ഹലോ, എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണിയൻ റിംഗ് പക്കോടയാണ് തയ്യാറാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിംഗ് പക്കോട എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇത് ഞാൻ അത്യാവശ്യം വേണ്ടത് 2 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല റിങ്സ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബൗളിനകത്തോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് കടലമാവ് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം, പക്ഷേ കടലമാവ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് പോരാങ്കിൽ നമുക്ക് ലാസ്റ്റ് ബാറ്റർ തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേണേൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് അതും ചേർത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്, അത് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ പോലെ എടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലുള്ള ബാറ്റർ, അതേ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തയ്യാറാക്കാം. അതായത് ബാറ്റർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇവിടെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം എന്താ വെച്ചാൽ റിങ്സ് ഓരോന്നും എടുത്ത് ആ ബാറ്ററി മുക്കിയിട്ട് ജസ്റ്റ് ആ റൊട്ടി പൊടിയിൽ ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, ബ്രെഡ് ക്രംസ്, അതിൽ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ആയാലും മതി. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നും ബ്രൗൺ നിറമാവുന്നിടം വരെ വറുത്ത് കോരിയെടുക്കാം. ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെടും. ക്രിസ്പി ആയിട്ടുള്ള നല്ല ഓണിയൻ റിംഗ് പക്കോട തയ്യാറായിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഉള്ളിവടയുടെ അതേ ടേസ്റ്റാണ്, കടലമാവൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ ടിപ്പുമായിട്ട് വരുന്നിടം വരെ ബൈ ഫ്രം മഞ്ജൂസ് ഡയറി ബുക്ക്.